മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തപ്പോൾ ഇമാം നിൽക്കുന്ന ഉസ്താദ് ആളുകളോട് വുളു ചെയ്ത് സ്വഫ് വളവില്ലാതെ മടങ്ങുകാലൊപ്പിച്ച് നിൽക്കാനും ശേഷം എഴുത്തിക്കാഫിൻ്റെ നെയ്യത്ത് വെക്കാനും പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ മയ്യത്ത് നമസ്കാരത്തിന് പള്ളിയിൽ കയറുന്ന ആളുകൾ എത്തിക്കാഫിൻ്റെ നെയ്യത്ത് വെക്കാവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബത്തിൻ്റെയോ മാതൃകയുണ്ടോ എന്നാണ് ചോദ്യം. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്ന കർമ്മവും എത്തിക്കാഫ് എന്ന് പറയുന്നത് രണ്ട് കർമ്മങ്ങളാണ്. അതിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട്, അതിൻ്റെതായ രീതികളുണ്ട്, അതിൻ്റെതായ രൂപങ്ങളുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് അതിന് ചില ഷർത്തുകളും ഫർളുകളും അതിൻ്റെതായ രൂപങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായൊരു ഇബാദത്താണ്. അപ്പൊ അത് എപ്പോൾ തുടങ്ങണം, എങ്ങനെയായിരിക്കണം, എത്ര സമയം വരെ പള്ളിയിൽ നിൽക്കണം, അതിന്റെ നെയ്യത്ത് എന്തായിരിക്കണം, അത് എവിടെയായിരിക്കണം എന്നൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അയാള് എത്തിക്കാഫിന്റെ നെയ്യത്തോടു കൂടി പള്ളിയിലേക്ക് പ്രവേശിക്കുക, എന്നിട്ട് ആ മയ്യത്ത് നിസ്കാരം കഴിയുന്നത് വരെ എത്തിക്കാഫിന്റെ നെയ്യത്തോടു കൂടി നിൽക്കുക, എന്നിട്ട് ആ സമയത്ത് പല ദിക്റുകളും പ്രാർത്ഥനകളും ചെല്ലുക എന്നുള്ളതൊന്നും പ്രാമാണികമായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇസ്ലാമില് നമ്മൾ കുറെ മുമ്പ് ഇതുപോലെ അല്ലിജാബിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പലപ്പോഴും സമൂഹത്തെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുരോഹിതന്മാരുണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത, പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. ഇതൊക്കെ ജനങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ മതത്തിനോടുള്ള താല്പര്യത്തെയും ചൂഷണം ചെയ്തിട്ട് ആ ഒരു വൈകാരികതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്യുന്നത്, അപ്പൊ മൈതസ്കരിക്കാൻ പോകുമ്പോൾ ഒരു എത്തിക്കാഫിന്റെ പുണ്യം കൂടി കിട്ടല്ല എന്ന രൂപത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും സാധാരണക്കാരായ ആളുകൾ ശരിയാണല്ലോ അപ്പോഴും നമുക്ക് കുറച്ച് കൂലി കിട്ടല്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരത് സ്വീകരിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പുരോഹിതന്മാര് ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ, വിദഅത്തുകൾ, മതത്തിലില്ലാത്ത അനാചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയും പിന്നീട് അതൊരു ട്രെൻഡായി മാറുന്ന, അതൊരു ആചാരമായി ഇസ്ലാമികമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിലൊരു കാര്യം ചെയ്യണമെങ്കിൽ പ്രമാണത്തിന്റെ പിന്തുണ വേണം, തെളിവ് വേണം. വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഹദീസിൽ വേണം, അല്ലെങ്കിൽ സ്വഹാബികൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് പഠിച്ച് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തതായിട്ട് സ്ഥിരപ്പെടണം. ഇതൊന്നുമില്ലാതെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് ഇത് ഇസ്ലാമിലുള്ളതാണ്, ഇങ്ങനെ ചെയ്താൽ പുണ്യുണ്ട് എന്നങ്ങോട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഖുർആനിന് എന്താ പ്രസക്തി ഉള്ളത്? ഹദീസിന് എന്താ പ്രസക്തി ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താ പ്രസക്തി ഉള്ളത്? നേരെ ഓരോരുത്തർക്കും വിശുദ്ധ ഖുർആനിൽ ഇറക്കി കൊടുത്തിട്ട് പറയാം നിങ്ങൾ ഇതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ 23 വർഷത്തെ കാലയളവിലാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു പൂർത്തിയാക്കിയത്. എന്തിനാണ് 23 വർഷം എടുത്തത്? ഓരോ ആയത്തുകളും ഇറങ്ങുമ്പോൾ അതെങ്ങനെയാണ് ജീവിതത്തിൽ ഫിറ്റാക്കേണ്ടത്, അതിൽ ഓരോന്നിലും ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പ്രാക്ടിക്കലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു വ്യത്യാസവും വരാതെ അതിന് അള്ളാഹ് എങ്ങനെയാണോ വഹിയിലൂടെ അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുത്തത് അതേ രൂപത്തിൽ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് അത്രയും കാലഘട്ടം, ഒരു സമയം വിശുദ്ധ ഖുർആൻ അവതരണത്തിന് എടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട, അങ്ങനെ ഒരു കലർപ്പില്ലാതെ പൂർത്തീകരിക്കപ്പെട്ട ഒരു മതത്തില് ഞാൻ വന്നിട്ട് പറയാണ് ഇങ്ങനെ ചെയ്താൽ പുണ്യുണ്ട്, അങ്ങനെ ചെയ്താൽ പുണ്യുണ്ടെന്ന് പറഞ്ഞാല് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ ഒരു വഞ്ചകനായി കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞിട്ട് ബല്ലിഗ് മാ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറങ്ങുന്നതൊക്കെ താങ്കൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് മറച്ചു വെച്ചാൽ ഫമാ ബല്ലഗ്ത റിസാലത്ത, താങ്കളുടെ പ്രവാചകത്വം താങ്കൾ നിർവഹിച്ചിട്ടില്ല, റിസാലത്ത് നിർവഹിച്ചിട്ടില്ല, വഞ്ചകനാണെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നു, ഇനി ഇതിലൊന്നും കുറവില്ല, കൂട്ടേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷം, ഈ മതം തൃപ്തിപ്പെട്ട് തന്നതിന് ശേഷം ഇതിലിനി ഇതും കൂടി പുണ്യമാണ്, ഇതും കൂടി ചെയ്താൽ പുണ്യുണ്ട് എന്നൊരാൾ പറയുമ്പോൾ അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചകനാണ് അല്ലെങ്കിൽ കള്ളനാണ് എന്ന് വാദിക്കുന്നതിന് തുല്യമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പുണ്യം മനസ്സിലായില്ല, അതല്ലെങ്കിൽ അത് പുണ്യമാണെന്ന് മനസ്സിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തില്ല എന്നാണ്. അപ്പൊ നബി തന്റെ റിസാലത്തിൽ സത്യത്തെ മറച്ചു വെച്ചു, സമൂഹത്തിൽ നിന്ന് ആ പുണ്യം മറച്ചു വെച്ചു എന്നുള്ളതാണ് വരിക. നബിയെ കള്ളനാക്കുന്ന ഒരു സാഹചര്യം വരെ വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരത്തിലുള്ള ഒരു തിന്മ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവര് എത്ര ആളുകളിലേക്ക് അതിങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ അതിന്റെ ഒക്കെ ശിക്ഷ
ഈ ആദ്യം തുടങ്ങി വെച്ച ആൾക്ക് കിട്ടും എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മതം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. പണ്ഡിതന്മാരെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അത് വലിയൊരു അമാനത്താണ്, ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും 100% പരിശോധിച്ച് ഉറപ്പുവരുത്താതെ സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഉത്തരവാദിത്വം, എല്ലാ തിന്മക്കും ആ പണ്ഡിതനൊരു കാരണക്കാരനാകും എന്നുള്ളത് കൂടി തിരിച്ചറിയണം. ഇത്തരം സന്ദർഭത്തിൽ എനിക്ക് ഇത്തരം ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, സമൂഹത്തോട് പറയാനുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോൾ ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, എന്ത് പ്രമാണത്തിന്റെ പിന്തുണ അതിനുണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അത് സ്വീകരിക്കുന്ന ഒരു നിലപാട് ഓരോ വിശ്വാസിയും സ്വീകരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രമാണങ്ങൾ മുറുകെ പിടിക്കുക എന്നതാണ്. അതല്ലാതെ പണ്ഡിതന്മാരോ പറയുന്നത് കേൾക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ഇത്തരം ആളുകളോട് പറയാനുള്ളത്, ഇത്തരം പണ്ഡിതന്മാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, സത്യം സത്യമായി മനസ്സിലാക്കുകയും ഈ സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് ഇത്തരം ആളുകൾക്ക് അള്ളാഹു കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക, ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഓരോ കാലഘട്ടത്തിൽ പുതിയ പുതിയ അനാചാരങ്ങൾ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രെൻഡിങ് ഇങ്ങനെ പുതിയ ഉണ്ടാക്കുക, അതിന്റെ പിന്നാലെ സമൂഹം പോവുക, അത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സമൂഹത്തിൽ വ്യാപിക്കുക, എന്നിട്ട് അതൊരു മതത്തിന്റെ ചിഹ്നമായി ആചരിക്കുക എന്നതൊക്കെയാണ് ഇന്ന് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു സാഹചര്യവും തൗഫീഖും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. യാതൊരു പ്രമാണത്തിന്റെ പിന്തുണയും അതിനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. വല്ലാഹു തആല ആലം.